എന്താ ഒരു വിറയിലും പരിഭ്രമമൊക്കെ? ഞാൻ വന്നപ്പം മുതൽ ശ്രദ്ധിക്കുന്നതാ. എനിക്ക് സുഖമില്ല, പനിയാ. നല്ലതുപോലെ ആവി പിടിച്ചാ മതി, അതങ്ങ് മാറിക്കോളും. ഞാൻ ഇനി വരുമ്പോ പനി ഉണ്ടാവരുത്. ഈ വീടിനകത്ത് അഖിലാണ്ട് വെച്ചിരിക്കും ആരെങ്കിലും ശത്രുക്കളുണ്ടായിരുന്നോ? ഏതായാലും പ്രതികളെക്കുറിച്ചുള്ള വ്യക്തമായ സൂചന എനിക്ക് ലഭിച്ചു കഴിഞ്ഞു. അറസ്റ്റിലേക്ക് എത്തുന്നതിന് മുമ്പ് എനിക്ക് മറ്റ് ചില സംശയങ്ങൾക്ക് കൂടി ഉത്തരം കണ്ടെത്താനുണ്ട്. എന്താന്ന് വെച്ചാ ചോദിച്ചോളൂ സർ. ഈ അടുത്ത കാലത്തായി അഖിലയുടെ സ്വഭാവ രീതിക്കും പെരുമാറ്റത്തിലുമൊക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ പ്രകടമായിരുന്നോ? കൂടെ ഉണ്ടായിരുന്നത് മരുമകൾ നന്ദനയായിരുന്നല്ലോ. അപ്പൊ നന്ദനയ്ക്ക് അറിയാൻ പറ്റും. മാറ്റങ്ങൾ കണ്ടിരുന്നു സർ. എങ്ങനെ? പലതരത്തിലും. സ്നേഹം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് പുറമെ കർക്കശക്കാരിയായി പെരുമാറിയിരുന്ന അഖിലാന്റി പെട്ടെന്നൊരു ദിവസം മുതൽ അമിത സ്നേഹം കാണിക്കാൻ തുടങ്ങി. പറയൂ, വിശദമായി പറയൂ. അമിത സ്നേഹം എന്ന് വെച്ചാ ഞങ്ങൾക്കൊരിക്കലും സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ഒരു അഖിലാന്റിയാ ഞങ്ങൾ കണ്ടത്. ഞങ്ങൾക്കൊക്കെ ഭക്ഷണം വാരിത്തരുന്ന ഒരമ്മ. കല്യാണിയെ ആനന്ദ് കല്യാണം കഴിച്ചതിന്റെ പേരിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അവരെ പുറത്താക്കുകയും ചെയ്ത അഖിലാന്റി പെട്ടെന്ന് സ്നേഹത്തോടെ അവർ തിരിച്ചു വിളിച്ചുകൊണ്ടുവന്നു. ഇത് സ്വന്തം അമ്മ തന്നെയാണോന്ന് ആനന്ദ് സംശയിക്കുക കൂടിയുണ്ടായി. അത്രയ്ക്ക് സ്നേഹമായിരുന്നു. ഓഹോ, അപ്പോ ആനന്ദിന് സംശയം ഉണ്ടായിരുന്നു. നന്ദനയ്ക്ക് എന്തെങ്കിലും സംശയങ്ങൾ തോന്നിയിരുന്നോ? എനിക്കും ചില സംശയങ്ങളൊക്കെ തോന്നി സർ. കൃഷ്ണേട്ടാ, നീ ഇതെവിടെയാ? നീ എന്താ ഇങ്ങോട്ട് വരാത്തത്? ഇതെന്താ കൃഷ്ണേട്ട ശബ്ദമല്ലാതിരിക്കുന്നേ? കൃഷ്ണേട്ടന് എന്തു പറ്റി? എനിക്കൊന്നും പറ്റിയിട്ടില്ല. നിന്നെ കാണാത്ത എന്റെ ടെൻഷനേ ഉള്ളൂ. നീ ഇതെവിടെ ഉണ്ട്? ഞാൻ അടുത്ത് തന്നെയുണ്ട് കൃഷ്ണേട്ടാ. എവിടെ? പിന്നെന്താ അങ്ങോട്ട് വരാത്തത്? അഖില, അഖില, ആണോ? ഒന്ന് വേഗം വാ അഖില. ഞങ്ങളെല്ലാരും ഇവിടെ നിന്നെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായി? എന്താ അഖില ഒന്നും ഇണ്ടാത്തത്? ഞാൻ വരാം കൃഷ്ണേട്ടാ. അവിടെ ആരൊക്കെയുണ്ട്? ഇവിടെ എല്ലാരും ഉണ്ട് അഖില. നന്ദനയുണ്ട്, നാരായണനുണ്ട്, പിന്നെ കല്യാണിയുണ്ട്. ദേഹത്തിന് ഓരോ ദിവസം ചെല്ലും തോറും രോഗം കൂടുകയാണ്. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇങ്ങനെ ഇവിടെ നിർത്തുന്ന അപകടമാണ്. അഖില പറ, നീ ഇപ്പൊ വരും? ഇത്തിരി ജോലി കൂടി ബാക്കിയുണ്ട് കൃഷ്ണേട്ടാ. അതുകൂടി പൂർത്തിയാക്കി ഞാൻ ഉടനെ എത്തും. വേഗം വാ, ഞങ്ങളെല്ലാരും ഇവിടെ നിന്നെ കാത്തിരിക്കുക. ഞാൻ നന്ദനയുടെ കയ്യിൽ ഫോൺ കൊടുക്കാം. മോളെ, അഖില വിളിക്കുന്നു. അവൾ ഉടൻ വരുമെന്ന്. വാങ് മോളെ, അഖിലോട് സംസാരിക്കുക. വാങ്. എന്താ മോളെ ഇത്? അഖിലയുടെ ഫോൺ കട്ട് ചെയ്തോ? നീ എന്തിനാ അവളുടെ ഫോൺ കട്ട് ചെയ്തത്? ഞാനല്ലേ പറയുന്നത്, അങ്കിള് വാ. അവളെന്ത് വിചാരിക്കും? പാവം.
ചിലരിൽ ഭയം, ചിലരിൽ സംശയം, ചിലരിൽ അത്ഭുതം. അങ്ങനെ ഭയക്കുകയും അത്ഭുതപ്പെടുകയും സംശയിക്കുകയൊന്നും വേണ്ട. ഞാൻ പ്രേതമൊന്നുമല്ല, അഖിലയ, തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി. കൃഷ്ണേട്ടാ, അഖില, നീ മരിച്ചുപോയെന്ന് പറഞ്ഞ ഇവരല്ലേ ഇരിക്കുന്നു. എനിക്കറിയില്ലേ എന്റെ അഖില എന്നെ വിട്ടു പോയില്ലെന്ന്. എത്ര പറഞ്ഞാൽ ആർക്കും മനസ്സിലാവുന്നില്ല. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത് ശരിയാണെന്ന്? എനിക്ക് ഭ്രാന്തില്ലാന്ന്. എല്ലാം ഗുരുജി പറഞ്ഞിരുന്നു കൃഷ്ണേട്ടാ. അഖില, നീ എനിക്ക് ഫോൺ ചെയ്തതിനെ ചൊല്ലി ഇവിടെ ഒരു തർക്കം നടക്കുകയായിരുന്നു. നീ വിളിച്ചെന്ന് പറഞ്ഞപ്പോ നന്ദന ആ ഫോൺ വാങ്ങി കാല് കട്ട് ചെയ്തു. ഇപ്പോഴും നിങ്ങൾക്കൊന്നും വിശ്വാസമായിട്ടില്ല എന്ന് എനിക്കറിയാം. അത് സ്വാഭാവികം. കാരണം എന്നെപ്പോലുള്ള ഒരാളുടെ ശവം നിങ്ങളിവിടെ സംസ്കരിച്ചു കഴിഞ്ഞു. എന്നിട്ടും എന്റെ കൃഷ്ണേട്ടൻ മാത്രം മനസ്സുകൊണ്ടത് അംഗീകരിച്ചില്ല. കൃഷ്ണേട്ടനത് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ഈ കുടുംബത്തിൽ എന്നെ മനസ്സിലാക്കിയിട്ടുള്ളത് കൃഷ്ണേട്ടൻ മാത്രം. ഞാൻ എന്റെ ഒരു കൂടപ്പിറപ്പിനെ പോലെ കണ്ട ദാസേട്ടനെ ഞാൻ കൊന്നുവെന്ന് ഇവള് വിശ്വസിച്ചു. എന്റെ മൂത്ത മകനും അങ്ങനെ വിശ്വസിച്ചു. മാപ്പ്, മാപ്പ്. കൊല്ലപ്പെട്ടത് ഇവിടെയുണ്ടായിരുന്ന രാജരാജേശ്വരിയാണ്. അവരുടെ ശവശരീരമാണ് വേളിക്കായലിൽ നിന്നും ഞങ്ങൾ കണ്ടെത്തിയതും ഇവിടെ നിങ്ങൾ സംസ്കരിച്ചതും. രാജരാജേശ്വരിക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തവരുടെയും അവരെ കൊലപ്പെടുത്തിയവരുടെയും പിറകെ പോലീസുണ്ട്. അവരെയൊക്കെ വളരെ വേഗം തന്നെ ഞങ്ങൾ പിടികൂടും. എന്തുകൊണ്ട് ഈ സത്യം അന്ന് നിങ്ങളോട് തുറന്നു പറയാതെ ഞാൻ ഒളിവിൽ പോയി എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. അതിന്റെ ഉത്തരവും ജിതേന്ദ്രവർമ്മ സാർ തന്നെ പറയും. മരിച്ചത് രാജരാജേശ്വരിയാണെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം അഖില മാഡത്തിനുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞങ്ങൾ വരെ മാഡത്തെ സംശയിച്ചേനെ. അതിന് മാഡം ഉദയഗിരിയിൽ പോയി രാജരാജേശ്വരിയുടെ അമ്മയെ കൂട്ടിക്കൊണ്ടുവന്നു. അതിനാണ് ഇത്രയും ദിവസങ്ങളെടുത്തത്. ആ സ്ത്രീയെ കൂട്ടിക്കൊണ്ടുവരൂ. വിളിച്ചോണ്ട് വരൂ. ഇവരാണ് രാജരാജേശ്വരിയുടെ അമ്മ. ഇവർ ഉദയഗിരി എന്ന സ്ഥലത്തുണ്ടായിരുന്നു. അഖില മാഡം പിടികൂടി കൊണ്ടുവന്നതാണ്. നിങ്ങൾ രാജരാജേശ്വരിയുടെ അമ്മയല്ലേ? അതെ സാർ. പേര് പറയൂ. യശോധര. ഇവരെ കൊണ്ടുപോയിക്കോളൂ. വരൂ. മരണത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടുകയും അതിസാഹസികമായി ഈ കേസ് തെളിയിക്കുകയും ചെയ്തിരിക്കുന്നത് ഈ അഖില മാഡമാണ്. തൃച്ചംബരത്തെ മൂത്ത മരുമകളാകാൻ എന്തൊക്കെയാ പരമാവധി യോഗ്യത? അതെനിക്കറിയണം. മാഡത്തിന്റെ പേരിൽ കേസ് കൊടുത്തതില് എനിക്ക് കുറ്റബോധമുണ്ട്. അതിന് ഞാൻ മാപ്പ് ചോദിക്കാം. എനിക്ക്
ആനന്ദകൃഷ്ണന്റെ ഭാര്യയായി ജീവിക്കണം ജീവിതകാലം മുഴുവൻ. അതിനെന്തൊക്കെ യോഗ്യതയാണ് വേണ്ടതെന്ന് വെച്ചാ അത് ഞാൻ നേടും. ഇതെന്റെ പ്രതിജ്ഞയാണ്, കല്യാണിയുടെ പ്രതിജ്ഞ. തൃച്ചംബരത്തെ ആനന്ദകൃഷ്ണന്റെ ഭാര്യയാവാൻ മാഡം നിശ്ചയിക്കുന്ന എല്ലാ അഗ്നിപരീക്ഷയ്ക്കും ഞാൻ തയ്യാറാണ്. അതുവരെ മാഡം പറഞ്ഞതുപോലെ ഞാനിവിടെ ഒരു വേലക്കാരിയായി ജീവിക്കും. തൃച്ചംബരത്തെ ശിവരാമകൃഷ്ണനും അഖിലാണ്ടേശ്വരിയും പോലെ തന്നെയാണ് ഞാനും എന്റെ വല്യൂഞ്ഞും തമ്മിലുള്ള ആത്മബന്ധം. മരണം വരെ എനിക്ക് എന്റെ വല്യൂഞ്ഞിന്റെ കൂടെ ജീവിച്ചേ പറ്റൂ. അതുകൊണ്ട് ഒരിക്കൽ കൂടി മാഡത്തിന്റെ യോഗ്യതാ പരീക്ഷണങ്ങൾക്കായി ഞാനിവിടെ നിൽക്കാൻ തീരുമാനിക്കുന്നു. അടുക്കളക്കാരിയായി വല്യൂഞ്ഞ് എന്നെ അനുഗ്രഹിക്കണം. ഇതൊരിക്കലും എന്റെ നിഷേധമായിട്ട് കാണരുത്. കാര്യങ്ങൾ അറിഞ്ഞു. തൃച്ചംബരത്ത് അഖില തിരിച്ചെത്തിയിരിക്കുന്നു. ഞാൻ അറിഞ്ഞു. വിലാസിനി ആന്റി ആയിരുന്നു ഇപ്പൊ ഫോണില്. എല്ലാ കാര്യങ്ങളും വിശദമായി വിലാസിനി ആന്റി എന്നോട് പറഞ്ഞു. രാജരാജേശ്വരിയുടെ അമ്മയെ വരെ അഖില കണ്ടെത്തി പോലീസിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. കാര്യങ്ങൾ ഗുരുതരമാവും. രാജരാജേശ്വരിയുടെ മരണം സ്വാഭാവിക മരണമല്ല, അതൊരു കൊലപാതകമാണ്. പോലീസ് അന്വേഷണം ഐജിയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. അവരിങ്ങോട്ടേ ആദ്യം വരും, അതുറപ്പാ. കുറ്റവാളികളെ കണ്ടെത്താനാണ് പോലീസ് സേന. അതവര് കണ്ടെത്തട്ടെ. പ്രിയങ്കേ, അതാത് സമയത്ത് ഐജിയെ എല്ലാം അറിയിച്ചാണ് അഖില കാര്യങ്ങൾ നീക്കിയത്. രാജരാജേശ്വരിക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തത് നമ്മളാണെന്ന് അഖിലയ്ക്ക് അറിയാമല്ലോ. അപ്പൊ പോലീസ് നിശ്ചയമായിട്ടും ഇങ്ങോട്ടേ വരൂ ആദ്യം. സംശയം വേണ്ട. അതല്ല ശ്രീയേട്ടാ, പോലീസല്ല നമ്മുടെ പ്രതിയോഗികൾ. നമുക്കെതിരെ തെളിവുകളില്ലെങ്കിൽ പോലീസിന് നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇതല്ല വിഷയം. അടിമുടി കെട്ടിവെച്ച കനത്ത ബന്ധങ്ങളെല്ലാം തകർത്ത് മരണക്കയത്തിൽ നിന്നും രക്ഷപ്പെട്ട് പൊങ്ങി വന്ന രണ്ടാം പാണ്ഡവന്റെ ഭാവത്തിലാ അഖിലയുടെ ഈ തിരിച്ചുവരവ്. ഒരു ഗത കൊണ്ട് കൗരവപ്പടയെ മുക്കാൽ പങ്കും അടിച്ചു കൊന്നവനാ ഭീമൻ. ആ ഭാവമായി ഇപ്പൊ അഖിലയ്ക്ക്. അതുകൊണ്ട് നമ്മളിപ്പോ ഭയക്കേണ്ടത് പോലീസിനെ അല്ല, അഖിലയാ. എല്ലാ പ്രതികാരങ്ങളും മനസ്സിലിട്ട് കത്തി ജ്വലിപ്പിച്ച് അഖില ഒരു സംഹാര രുദ്രെ പോലെ നാഗമടത്തേക്ക് പാഞ്ഞു വരും. ആ അഖിലയെ തകർക്കാനുള്ള വഴികളാണ് നമ്മൾ ആലോചിക്കേണ്ടത്. വിലാസിനെ ആന്റി പറഞ്ഞത് വെച്ച് നോക്കുമ്പോ അഖിലയെ മാത്രമല്ല നമ്മളിപ്പോ നേരിടേണ്ടത്. രണ്ട് പ്രതികാര ദുർഗകളാണ്. ഒന്ന് അഖിലയാണെങ്കിൽ മറ്റൊന്ന് കല്യാണിയാ. പ്രിയങ്ക എന്താ പറഞ്ഞു വരുന്നത്? അതെ ഗംഗെ, കല്യാണിയും തൃച്ചംബരത്തെ താമസമാക്കിയിരിക്കുന്നു. കല്യാണിയുടെ ലക്ഷ്യം വേറെ ആണെങ്കിലും ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ അവൾക്ക് നമ്മളെയും നേരിടേണ്ടി വരും. അഖില, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ നീ മരിച്ചിട്ടില്ലെന്ന സത്യം ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെ ഇതിനൊന്നും നീ ഉത്തരവാദിയോ തെറ്റുകാരിയോ അല്ലല്ലോ. ഞാൻ ഈ ചിതാഭസ്മത്തിലേക്ക് നോക്കി നിന്ന് കരഞ്ഞത് അതുകൊണ്ടൊന്നും അല്ല കൃഷ്ണേട്ടാ. കൃഷ്ണേട്ടനെ കുറിച്ച് ഓർത്ത്
രാജരാജേശ്വരി ഞാനാണെന്ന് എല്ലാവരും വിശ്വസിച്ചു. കൃഷ്ണേട്ടൻ പോലും. പക്ഷേ മരിച്ചു കഴിഞ്ഞപ്പോ അഖിലയല്ല മരിച്ചതെന്ന് വിശ്വസിച്ച ഒരേ ഒരാളെ ഈ ഭൂമുഖത്തുണ്ടായിരുന്നുള്ളൂ, എന്റെ കൃഷ്ണേട്ടൻ. എന്നെയും ഭൂമിയിൽ തലച്ചാക്കി വിട്ടിട്ട് നിനക്ക് അങ്ങനെ കടന്നു പോകാൻ പറ്റുമോ? നീയും ഞാനും എന്ന സത്യത്തിൽ നിന്ന് ഞാൻ മാത്രമാകാൻ എന്റെ ദൈവം സമ്മതിക്കുമോ? കൃഷ്ണേട്ടാ, കൃഷ്ണേട്ടന്റെ നിഷ്കളങ്കമായ മനസ്സിന് ദൈവം തന്ന പാരിതോഷികമാണ് എന്റെ ഈ ബാക്കി വന്ന ജന്മം. ഇല്ലെങ്കിൽ അവരെന്നെ കൊന്നുകളയുമായിരുന്നു. എന്നെ കാണാതായ നാൾ മുതൽ കൃഷ്ണേട്ടന്റെ അനന്തമായ പ്രാർത്ഥനകളുടെ പുണ്യമാണ് ബാക്കിയായ എന്റെ ജീവൻ. മാനസികമായ വിഭ്രാന്തിയിൽ പോലും കൃഷ്ണേട്ടൻ പറഞ്ഞുകൊണ്ടിരുന്നു, ഞാൻ വരുമെന്ന്. ഞാൻ വന്നു കൃഷ്ണേട്ട, ഞാൻ വന്നു. ഞാൻ പറഞ്ഞില്ലേ, ഏതോ ചില സ്വപ്നങ്ങൾ കണ്ടുണർന്നത് മാത്രമേ എന്റെ ഓർമ്മയിലുള്ളൂ. നീ വന്ന് കയറിയത് മുതലുള്ള കാര്യങ്ങൾ ഞാൻ ഓർക്കുന്നു. ഉടലില്ലാത്ത ഒരു ആത്മാവ് അലയുന്ന സ്ഥലമാ. ഇവിടെ നിൽക്കണ്ട. ഈ അഹങ്കാരത്തിന് ഇവിടെ അധികം ആയുസൊന്നുമില്ല. തൃച്ചംബരത്തെ മൂത്ത മരുമകളാകാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നു. എന്ത് യോഗ്യതയാടി നിനക്കതിനുള്ളത്? അവള് യോഗ്യതാ പരീക്ഷയ്ക്ക് ഇറങ്ങിയിരിക്കുന്നു. നിന്നെ ഇവിടെ നിന്ന് അഖിലേച്ചി വീണ്ടും അടിച്ചു പുറത്താക്കുന്നത് കാണാനാ ഈ വിലാസിന് നിൽക്കുന്നത്. അതൊരു പക്ഷെ ഇന്ന് തന്നെ നടക്കും. അതിനുള്ള കളമൊക്കെ ഈ വിലാസിന് ഒരുക്കും. ദേ, ഇത് മാത്രം മതി എന്റെ അംഗീകാരത്തിനുള്ള യോഗ്യത. അഖില മേഡം എന്നെ അടിച്ച് പുറത്താക്കട്ടെ, അപ്പൊ ഞാൻ പോയിക്കോളാം. അതുവരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇപ്പോ മാഡത്തിന് എന്താ ആഹാരം വേണമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ ഉണ്ടാക്കിത്തരാം. ആലോചിച്ച് പറഞ്ഞാൽ മതി കേട്ടോ. ഇപ്പോ എന്റെ ഭർത്താവിന് ചായ കൊടുക്കാൻ നേരമായി, ഞാൻ കൊടുത്തിട്ട് വരാം. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ചായ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താ മനസ്സിലാവാത്തത്? എന്താ നിന്റെ ഉദ്ദേശം? ഉദ്ദേശോ? ആ, എന്താ നിന്റെ ലക്ഷ്യമൊന്ന്? അങ്ങനെ തീരുമാനിച്ചുറപ്പിച്ച ലക്ഷ്യമൊന്നുമില്ല. എനിക്ക് ഞാൻ സ്നേഹിക്കുകയും എന്നെ സ്നേഹിക്കുകയും ചെയ്യുന്ന എന്റെ ഭർത്താവിനോടൊപ്പം മരണം വരെ ജീവിക്കണം.